പാട്ടെങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഇഷ്ടമല്ലോ. ഇനി നമുക്കൊരു കഥ കൂടി കേൾക്കാം. ഒരു കുരങ്ങന്റെയും വലിയ മുതലയുടെയും കഥ. ഇതിലും വലിയൊരു ഗുണപാഠമുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ കൂട്ടുകാരെ. ഞാൻ ചോദിക്കും, അപ്പം പറഞ്ഞില്ലെങ്കിലേ നല്ല ചുറ്റടി കിട്ടും കേട്ടോ. ഈ മീനുകളൊക്കെ തീറ്റ കൊതിയന്മാരാ. കണ്ടില്ല ഓരോന്നിന്റെയും ആക്രാന്തം. എത്ര ഇരയാ തിന്നു തീർത്തത്. മീനെ കൊത്തണമെങ്കിൽ വേഗം കൊത്തിക്കും. എനിക്ക് നിന്നെ കാത്തിരിക്കാനൊന്നും നേരമില്ല. ഞാൻ പോവും. പിന്നെ കൊത്തണമെന്ന് വിചാരിച്ചു വന്നാ ഞാനും ചൂണ്ടയും ഇവിടെ ഉണ്ടാവില്ല. അല്ല മീനിന്റെ ഒരു കാര്യം. അല്ല കുരങ്ങച്ച, നിങ്ങൾ ആരോടാ ഒറ്റക്ക് സംസാരിക്കുന്നത്? നീ ആരാണ്? നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ അക്കരെയുള്ളതാ. ഞാൻ എന്നും നിന്നെ കാണാറുണ്ട്. ഇവിടെ വന്നതിന്റെ ഉദ്ദേശ്യം? വെറുതെ. എനിക്കിവിടെ കൂട്ടുകാരാരുമില്ല. ഇവിടെ വന്നാ നീയുമായി കൂട്ടുകൂടാലോ. എനിക്കാണെങ്കിൽ പഴങ്ങൾ വളരെ ഇഷ്ടമാണ്. ഈ മരത്തിലെ പഴങ്ങൾ നീ പറിച്ചു തന്നാൽ എനിക്ക് നിന്നെ പോലെയൊന്നും മരം കയറാൻ അറിയില്ലല്ലോ. അയ്യോ, നീയാണ് എന്റെ മീൻകൊട്ട് മറിച്ചത്. ഞാൻ എത്ര നേരം മെനക്കെട്ടി പിടിച്ചതാണ്. അയ്യോ അയ്യോ, ഞാനല്ല. നീ തന്നെ. ഇനി ഒന്നും പറയണ്ട. അയ്യോ ചങ്ങാതി, സാരമില്ലെന്നേ. നിനക്ക് മീനല്ലേ വേണ്ടത്? ഞാൻ എത്ര വേണമെങ്കിലും പിടിച്ചു തരാമല്ലോ. എങ്ങനെ? നീ വെറുതെ പുഴു അടിക്കണ്ട. പുളുവല്ല, ഞാൻ പിടിച്ചു തരാം. പക്ഷേ പകരം നീ എന്ത് തരും? പകരം ഞാൻ എന്ത് തരാനാ? നീയല്ലേ എന്റെ മീൻകൊട്ട മറിച്ചത്. വെറുതെ വർത്തമാനം പറയാൻ വന്ന്. ചൂടാവല്ലേ ചങ്ങാതി. ഞാൻ പിടിച്ചു തരാം. പകരം നീ എനിക്ക് പഴങ്ങൾ പറിച്ചു തന്നാൽ മതി. അതൊക്കെ ഞാൻ എത്ര വേണമെങ്കിലും പറിച്ചു തരാം. നീ മീൻ പിടിച്ചു തന്നാ മതി. ഓ ശരി.